ഫ്രണ്ട്സ്, എല്ലാവരും സുഖമായിരിക്കുന്നുണ്ടല്ലോ അല്ലേ? ഇപ്പോഴത്തെ സാഹചര്യം ആയതുകൊണ്ടാണ് അങ്ങനെ ചോദിച്ചത്. എല്ലാവരും വീട്ടിൽ തന്നെ ഇരിക്കുക, സേഫായിട്ടിരിക്കുക, ആരോഗ്യത്തോടെ ഇരിക്കുക. ആരും അനാവശ്യമായി പുറത്തിറങ്ങരുത്. നമ്മുടെ ആരോഗ്യ പ്രവർത്തകരും നിയമപാലകരും പറയുന്നതെല്ലാം അതുപോലെ അനുസരിക്കണം. അവർ നമുക്ക് വേണ്ടി, നമ്മുടെ ആരോഗ്യത്തിന് വേണ്ടിയാണ് പറയുന്നത്. ഓക്കെ, എൻ്റെ വീഡിയോസ് എല്ലാവരും ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. എൻ്റെ വീഡിയോസ് എല്ലാവരും ലൈക്കും ഷെയറും എല്ലാം ചെയ്യണം. എൻ്റെ വീഡിയോസ് ഇനിയും വരുന്നുണ്ട്. നല്ല നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വീഡിയോസ് ഞാൻ ഇടുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും ആ വീഡിയോസ് ഞാൻ അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ കിട്ടാൻ വേണ്ടിയിട്ട് എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബിൻ്റെ തൊട്ടടുത്തൊരു ബെൽ ബട്ടൺ ഉണ്ട്. ആ ബെൽ ബട്ടണിൽ ഒരു ഓൾ എന്നുള്ള ഓപ്ഷൻ കാണിക്കും. ആ ഓപ്ഷൻ തന്നെ ക്ലിക്ക് ചെയ്യണം. എന്നാൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് എൻ്റെ നോട്ടിഫിക്കേഷനായിട്ട് നിങ്ങൾക്ക് വരത്തുള്ളൂ. അതുകൊണ്ട് എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഇന്നത്തെ സ്നാക്സിലോട്ട് കിടക്കാം. ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് ചോറ് കൊണ്ടുള്ള ഒരു വടയാണ്. ഉഴുന്ന് വട പോലെ ഇരിക്കും, ബട്ട് ഉഴുന്ന് വടയല്ല, ചോറ് വട. ഓക്കെ, ചോറ് വടയ്ക്ക് ആദ്യം വേണ്ടത് നമുക്ക് ചോറാണ്. അതെല്ലാവർക്കും അറിയാലോ. നല്ല വെന്ത ചോറ് വേണം കേട്ടോ. നല്ല വെന്ത ചോറാണെങ്കിൽ നമുക്ക് മിക്സിയിൽ അടിക്കാൻ എളുപ്പമായിരിക്കും. അതിന് എടുക്കേണ്ടത് ഞാൻ ഈ ബൗള് ഈ സൈസ് കണ്ടോ, ഈ സൈസിൻ്റെ ഈ ബൗള്, ഇതിന് 2 ബൗള് ചോറാണ് ഞാനിപ്പോൾ ഇന്നെടുത്തിരിക്കുന്നത്. ഇതിന് നമുക്ക് നല്ലതുപോലെ മിക്സിയിൽ അടിക്കണം. ആദ്യം വെള്ളം ചേർക്കാണ്ട് അടിക്കണം. അത് കഴിഞ്ഞിട്ട് ശകലം വെള്ളം ചേർക്കണം. ശകലം, ഒരു 1-2 സ്പൂണ് മതിയാവും. ആദ്യം അത്ര ചെയ്താൽ മതി, കാരണം ഇത് കട്ടിക്ക് അരച്ചെടുക്കണം. അതിനുശേഷം ഇതാണ്, ഞാനൊരു മീഡിയം സൈസ് സവോളയാണ് എടുത്തിരിക്കുന്നത്. വലുതുമല്ല, തീരെ ചെറുതുമല്ല, ഒരു മീഡിയം സൈസ് സവോള. അതിനെ കൊത്തിയരിഞ്ഞത് ഞാൻ നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നത് ഇത്ര സൈസിൻ്റെ ഒരു ഇഞ്ചി, അത് കൊത്തിയരിഞ്ഞതാണിത്. പിന്നെ ഒരു 2 ഇതള് മല്ലിയില, പിന്നെ ഒരു മീഡിയം സൈസ് ക്യാരറ്റ്, അതിൻ്റെ പകുതി എടുത്തിട്ടുള്ളൂ കേട്ടോ. അത് ഗ്രേറ്റ് ചെയ്തതാണ്, ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുക. ഒരു 3 പച്ചമുളക് അതിന് കൊത്തിയരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ആവശ്യത്തിനുള്ള കറിവേപ്പില. ഇത്രയും സാധനമാണ് നമുക്കിന്ന് വേണ്ടത്. ഓക്കെ, ഇനി ഞാൻ ഇത് ജാറിൽ അടിച്ചിട്ട് കാണിച്ചു തരാം. നിങ്ങൾക്ക് എത്രയാണ് അതിൻ്റെ കട്ടി വേണ്ടതെന്നൊക്കെ കാണിച്ചു തരാം. ഓക്കെ, കണ്ടോ, നല്ല കട്ടിക്ക്, ഈ കട്ടിക്ക് കണ്ടോ, ഈ കട്ടിക്ക് അരച്ചെടുക്കണം. നമ്മൾ ലൂസാകും തോറും ഇതിലോട്ട് നമുക്ക് പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞതിൽ അരിമാവ് കൂടി വേണം. അരിപ്പൊടിയുടെ അരിയും പറയാൻ മറന്നു. അത് നമ്മൾ ഇതിൽ ലൂസാവുന്നതനുസരിച്ച് അരിമാവ് അവസാനം കൂടുതൽ. ഇപ്പം ആകെപ്പാടെ ഒരു 3 സ്പൂണ്, ഇതിൻ്റെ ഈ സാധാ ടീസ്പൂണിന് 3 സ്പൂൺ അരിമാവ് മതിയാവും. പക്ഷേ നമ്മൾ ചോറ് അരയ്ക്കുമ്പോൾ വെള്ളം കൂടി പോവുകയാണെങ്കിൽ നമ്മൾ അരിമാവ് അതനുസരിച്ച് ഇടേണ്ടി വരും. പിന്നെ ഇതിനകത്ത് ബാക്കി ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടി ചേർക്കുവാണ്. ഇഞ്ചി, സവോള, പച്ചമുളക്, ക്യാരറ്റ്, കറിവേപ്പില, ഇത്രയും ഞാൻ ചേർത്തു. നമ്മൾ ചോറൊക്കെ വെന്ത് പോകുമ്പോഴേ വീട്ടിലിപ്പം ചില സമയം ചെയ്യുമ്പം, ഇപ്പം ചമ്പ ചോറ് അരിയൊക്കെ ആണെങ്കിലാണ് പെട്ടെന്ന് വേവുന്നത്. വേവ് കുറവല്ലേ. അപ്പോൾ അതൊക്കെ വേവ് കൂടുമ്പം അയ്യോ ഇത് വെന്ത് പോയല്ലോ, എന്ത് ചെയ്യാമെന്നൊക്കെ വിചാരിച്ചിരിക്കുന്നവർ ഇതുപോലെ ഒരു വൈകിട്ട് ഈവനിങ് സ്നാക്സായിട്ട് കുറച്ച് ചോറെടുത്ത് നമ്മൾ ഈ കുറച്ച് വെജിറ്റബിളും സംഭവങ്ങളൊക്കെ ചേർത്ത് ചെയ്താൽ കുട്ടികൾക്കും ഇഷ്ടപ്പെടും. നമുക്ക് ആ ചോറും ചിലവാകുകയും ചെയ്യും, നമുക്ക് ഒരു വട കഴിക്കുകയും ചെയ്യാം. ഓക്കെ, ഉഴുന്ന് വടയുടെ ടേസ്റ്റ് അല്ല, ഇതിന് വേറൊരു ടേസ്റ്റാണ്. നല്ല ടേസ്റ്റാണ്. നമ്മൾ കഴിച്ചു നോക്കണം, ഉണ്ടാക്കണം, എല്ലാവരും കഴിച്ചു നോക്കണം. ഉണ്ട്, ഇപ്പം ഇങ്ങനെ നമ്മൾ കയ്യിലൊക്കെ ഒട്ടും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, കുറച്ച് അരിപ്പൊടി ഇടണം. ഒരു 3 സ്പൂണ് അരിമാവ് ഇടാവേ. അതിന് ആവശ്യമെന്ന് തോന്നുവാണെങ്കിൽ അങ്ങനെയുള്ളവർ കുറച്ച് കൂടുതലിടണം. ഇത് കുഴച്ച് നമ്മളൊരു അരമണിക്കൂർ വെച്ചിരിക്കണം കേട്ടോ. നല്ലപോലെ മിക്സ് ചെയ്തിട്ട് അരമണിക്കൂർ വെച്ചിരിക്കണം. ഓക്കെ, ഞാൻ ഉപ്പിടാൻ മറന്നു, എടുക്കട്ടെ. ഉപ്പ് അവരവരുടെ ആവശ്യത്തിന് കേട്ടോ.
കുഴച്ച് നല്ലപോലെ കുഴച്ചിട്ട് ഒരു അരമണിക്കൂർ അടച്ച് വെച്ചേക്കണം. അത് കഴിഞ്ഞിട്ട് നമുക്ക് വട ഉണ്ടാക്കാം. ഓക്കെ, അപ്പോൾ ഇതെല്ലാം അതിനകത്തങ്ങ് പിടിക്കും. അരമണിക്കൂർ ആയിട്ടുണ്ടേ. ഇനി നമുക്ക് ഇത് ആക്കി നോക്കാം. ഓക്കെ, അതിനായിട്ട് ആദ്യം ഒന്ന് കയ്യിൽ എണ്ണ പുരട്ടുക. അതിന് ശേഷം അപ്പോൾ നമ്മളെ കയ്യിലധികം മാവ് ഒട്ടൂല കേട്ടോ. മാവ് ഒട്ടാണ്ടിരിക്കാനാണ് എണ്ണ പുരട്ടണം. ഓക്കെ, എന്നിട്ട് ഞാനുണ്ടോ ഇങ്ങനെ ഒന്ന് ഉരുട്ടിയെടുത്തിട്ട് ചപ്പിച്ച് നമ്മൾ ഉഴുന്നുവടയൊക്കെ ചെയ്യുന്ന മാതിരി ഒന്ന് ചപ്പി ഒരുവിധം ചപ്പിയിട്ട് നടുക്കൊരു ഹോളിട്ട് കൊടുക്കുക. ഷേപ്പായില്ലേ? എണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. എണ്ണ നല്ല ചൂടായിട്ടുണ്ട്. അപ്പോഴത്തേക്ക് ഇതൊന്ന് ഇട്ട് കൊടുക്കണം. രണ്ടെണ്ണം ചെയ്ത് കാണിക്കാം. ഇപ്പോൾ ഒക്കെ ഞാൻ ചെയ്തെടുത്തിട്ട് ലാസ്റ്റ് നമുക്ക് കാണാവേ. ഒരു 3 എണ്ണമൊക്കെ ഒറ്റ സ്റ്റെപ്പ് ഇടാവൂ കേട്ടോ, അല്ലെങ്കിൽ ചിലപ്പോൾ പൊടിഞ്ഞു പോകും. ഇത് ഈവനിങ് സ്നാക്സായിട്ട് നല്ലൊരു സംഭവമാണ്. ഈസിയാണ്. അധികം വന്ന ചോറെടുത്ത് നമുക്ക് ചെയ്യുകയും ചെയ്യാം. ഇടയ്ക്കൊന്ന് ഒന്ന് ചൂടാകുമ്പോഴത്തേക്ക് നമ്മളൊന്ന് മറിച്ചിട്ട് കൊടുക്കണം. ഉഴുന്നുവടയുടെ മാതിരി ആ ഒരു ബ്രൗണിഷ് കളറാകുമ്പോൾ എടുക്കണം. തിരിച്ചും മറിച്ചും വന്നിട്ട് കൊടുക്കും. നല്ല ക്രിസ്പി ആയിരിക്കും കേട്ടോ. ചോറിനൊക്കെ കേൾക്കുമ്പോൾ അയ്യേ കൊള്ളൂലായിരിക്കും എന്നൊന്നും ചിന്തിക്കരുത്. നല്ല ടേസ്റ്റാണ്. റെഡി ആയിട്ടുണ്ട്. നല്ലപോലെ മുരിഞ്ഞ് കണ്ട ഉഴുന്നുവട പോലെ ഇരിക്കും. പക്ഷേ ഉഴുന്നുവടയുടെ ടേസ്റ്റ് അല്ല കേട്ടോ, വേറൊരു ടേസ്റ്റ്. ഇതിൽ വേണമെന്നുള്ളവർക്ക് കുറച്ചും കൂടി എരിവ് വേണമെന്നുള്ളവർക്ക് കുരുമുളക് ചേർക്കാം കേട്ടോ. കുരുമുളക് പൊടിയും ചേർത്തിട്ടില്ല. എരിവ് വേണമെന്നുള്ളവർക്ക് കുരുമുളക് പൊടിയും ചേർക്കാം. കുറച്ചും കൂടി കളർ വേണമെന്നുണ്ടെങ്കിൽ മഞ്ഞൾപ്പൊടിയും ചേർക്കാം. അങ്ങനെ നമ്മുടെ അരിവട റെഡി ആയിട്ടുണ്ട്.
അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ പ്രസ് ചെയ്യണം. അതിൽ 3 ഓപ്ഷൻസ് ഉണ്ട്. അതിൽ ഓൾ പ്രസ് ചെയ്താൽ മാത്രമേ ഞാൻ അപ്ഡേറ്റ് ചെയ്യുന്ന എല്ലാ വീഡിയോസും ആദ്യം തന്നെ നിങ്ങൾക്ക് ലഭിക്കത്തുള്ളൂ. പിന്നെ ഇത് വളരെ നല്ലൊരു സ്നാക്സ് ആട്ടോ ഈവനിങ്ങിൽ. അത് എളുപ്പമാണ്, കണ്ടില്ലേ, പെട്ടെന്ന് തീരും, വേറെ ഒന്നും